വീണ്ടും വിസ്മയിപ്പിക്കുകയാണ് തമിഴകം. തീക്ഷ്ണമായ ദ്രാവിഡ രാഷ്ട്രീയത്തിന്റെ പാരമ്പര്യം പേറുമ്പോഴും ഇടക്കൊക്കെ രാഷ്ട്രീയം താരാരാധനയ്ക്ക് വഴിമാറിയതാണ് തമിഴകത്തിന്റെ ചരിത്രം. അങ്ങനെ പല കാലങ്ങളിലായി തിരശ്ശീല ഭരിച്ചവർ നാടിനെയും ഭരിച്ചു. ആ തുടർച്ചയുടെ ഏറ്റവും ഒടുവിലത്തെ കണ്ണിയാണ് ജോസഫ് വിജയ്, തമിഴകത്തിന്റെ ഇളയ ദളപതി. സിനിമയിലെ മാസ് പീസുകളിലൂടെ ആരാധകരെ കയ്യിലെടുത്ത വിജയ്ക്ക് മുഖ്യമന്ത്രി എന്ന നിലയിലും തമിഴകത്തെ കയ്യിലെടുക്കാനാകുമോ എന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമാണ്. എന്നാലും കേവല ഭൂരിപക്ഷത്തിലേക്ക് എത്താൻ വിജയുടെ പാർട്ടിക്ക് കഴിഞ്ഞിട്ടില്ല. പക്ഷേ അഭിമാനകരമായ നേട്ടം എന്ന് പറയുന്നത് ആ പാർട്ടി ഉണ്ടാക്കി 2 വർഷം തികയുന്നതേയുള്ളൂ. അപ്പോഴേക്കും തമിഴകത്തിൻ്റെ അധികാര കസേരയിലേക്ക് എത്താൻ വിജയ്ക്ക് കഴിഞ്ഞു എന്നതാണ് വിസ്മയകരമായ നേട്ടം. എന്നു മാത്രമല്ല, തമിഴകത്തെ സ്വാതന്ത്ര്യാനന്തരമുള്ള ഭരണ ചരിത്രം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ, സർക്കാരുകളുടെ ചരിത്രം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ DMKയോ AIADMKയോ അല്ലാത്ത മറ്റൊരു കക്ഷി ഇന്നേ വരെ തമിഴകം ഭരിച്ചിട്ടില്ല. ആദ്യമായി ഭരിക്കാൻ പോകുന്നത് വിജയുടെ TVK ആണ് എന്ന ഒരു വിസ്മയം കൂടിയുണ്ട്, എന്ന ഒരു പ്രത്യേകത കൂടിയുണ്ട്. നമ്മൾ പരിശോധിക്കുന്നത് തമിഴകത്തെ രാഷ്ട്രീയക്കാരല്ലാതെ പല സമയങ്ങളിലായി സിനിമാക്കാർ എന്ന് വെച്ചാൽ സിനിമാ താരങ്ങൾ പലപ്പോഴും തമിഴകത്തെ ഭരിച്ചിട്ടുണ്ട്. ഈ വിജയുടേതൊരു പുതിയ ചിത്രമല്ല, പുതിയ ചരിത്രവുമല്ല. അപ്പോൾ ഇതിനു മുമ്പ് ആരൊക്കെയാണ് സിനിമയിൽ നിന്ന് വന്ന്, തിരശ്ശീലയിൽ നിന്ന് ഇറങ്ങി വന്ന് തമിഴകത്തെ ഭരണത്തെ നേതൃത്വം നൽകിയത്? അങ്ങനെയുള്ള എത്ര പേർ തമിഴകത്തുണ്ട്? ഏതൊക്കെ കാലങ്ങളിലായിരുന്നു അവർ തമിഴകത്തെ ഭരിച്ചത്? ആ ചിത്രത്തിലേക്കൊന്ന് വിശദമായി വരാം നമുക്ക്. തമിഴകം ഭരിച്ച താരങ്ങൾ എന്ന് വെച്ചാൽ തിരശ്ശീലയെ ഭരിച്ചവർ തിരശ്ശീലയിൽ നിന്ന് ഇറങ്ങി വന്ന് നാടിനെയും ഭരിച്ച ചരിത്രത്തിലേക്കൊന്ന് വേഗത്തിൽ പോയി വരാം നമുക്ക്. അങ്ങനെ പോകുമ്പോൾ നമ്മൾ ആദ്യം പരിശോധിക്കേണ്ടത്, ആദ്യം സംസാരിക്കേണ്ടത് സാക്ഷാൽ MGRനെ കുറിച്ചാണ്. MG രാമേന്ദ്രൻ, തെന്നിന്ത്യയെ അടക്കി ഭരിച്ച സിനിമാ ഇതിഹാസം, തെന്നിന്ത്യയെ അടക്കി ഭരിച്ച സിനിമാ ഇതിഹാസമായ MG രാമേന്ദ്രൻ തമിഴിൽ മാത്രമല്ല കന്നഡയിലും തെലുങ്കിലുമൊക്കെ നിരവധി ചിത്രങ്ങളിൽ അഭിനയിച്ച MGR 70കളിലും 60കളിലുമൊക്കെ തെന്നിന്ത്യ അടക്കി ഭരിച്ച തെന്നിന്ത്യയുടെ സൂപ്പർ സ്റ്റാർ MGR പിന്നീട് രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരുന്നു. തുടർച്ചയായി 10 വർഷം എന്ന് വെച്ചാൽ MGR മരിക്കുന്നത് വരെ തുടർച്ചയായി 10 വർഷം അദ്ദേഹം തമിഴ്നാടിൻ്റെ മുഖ്യമന്ത്രിയായിരുന്നു. ആദ്യം MGR മുഖ്യമന്ത്രിയാകും 1977ലാണ്, 80 വരെ. ആദ്യത്തെ MGR മിനിസ്റ്റർ വരുന്നത് 1977-ൽ, 80 വരെ അദ്ദേഹം ഭരിക്കുന്നു. പിന്നീട് 80-ൽ വന്നു, 85 വരെയും, 85 മുതൽ 87 വരെയും തുടർച്ചയായി 10 വർഷം അദ്ദേഹം തമിഴകത്തെ ഭരിച്ചു എന്നതാണ്. അങ്ങനെ 3 ടേമുകളിലായി MGR സിനിമയിൽ നിന്ന് ഇറങ്ങി വന്ന് തമിഴകത്തെ ഭരിച്ചിട്ടുണ്ട്. ശരി, ഇനി ആരുണ്ട് നോക്കിയാൽ ജാനകി രാമേന്ദ്രൻ. അത് ഒരു സവിശേഷമായ ചിത്രം കൂടിയാണ്. എന്ന് വെച്ചാൽ മുഖ്യമന്ത്രിയായ ആദ്യത്തെ, അത് വനിതാ മുഖ്യമന്ത്രിയായ ആദ്യത്തെ മലയാളി ആരാണെന്ന് ചോദിച്ചാൽ അത് ജാനകി രാമേന്ദ്രനാണ്. പക്ഷേ കേരളത്തിലായിരുന്നില്ല അവർ മുഖ്യമന്ത്രിയായത് തമിഴ്നാട്ടിലായിരുന്നു. വെച്ചാൽ കോട്ടയം വൈക്കം സ്വദേശിയായിരുന്നു ജാനകി രാമേന്ദ്രൻ. അവർ MGRന്റെ ഭാര്യയായിരുന്നു. MGRന്റെ മരണശേഷമാണ് ആ പാർട്ടിയുടെ തലപ്പത്തേക്ക്, AIADMKയുടെ തലപ്പത്തേക്ക് ജാനകി രാമേന്ദ്രൻ എത്തുന്നതും. 23 ദിവസം അദ്ദേഹത്തിന്റെ മരണശേഷം അവർ മുഖ്യമന്ത്രിയാകുന്നു. അത് 1988ലാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം വിട്ടുപോയത്, DMKയിൽ നിന്ന് ഇറങ്ങി വന്ന് AIADMK രൂപീകരിച്ച ആളാണ് സാക്ഷാൽ MGR. എന്ന് വെച്ചാൽ DMK, അണ്ണാദുരൈയുടെ DMK ആയിരുന്നു ആദ്യം തമിഴകത്തെ ഭരിച്ചത്. പിന്നീട് ആ DMKയിൽ നിന്ന് ഇറങ്ങി വന്ന് അതിനെ പിളർത്തി AIADMK ഉണ്ടാക്കുന്നു. MGR ആണ് പിന്നീട് MGR മരിച്ചതിന് ശേഷം MGRന്റെ ഭാര്യ ജാനകി രാമേന്ദ്രനും ചുരുങ്ങിയ ദിവസം അവിടെ മുഖ്യമന്ത്രിയാകുന്നു. ഇനി ജാനകി രാമേന്ദ്രന് ശേഷം ജയലളിത. എന്ന് വെച്ചാൽ MGRന്റെ കാര്യം നമ്മൾ സൂചിപ്പിച്ചു. MGRന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ജോഡിയിൽ ഒരാളായിരുന്നു ജയലളിത. MGRനെ ആഘോഷിച്ച പോലെ തന്നെ തമിഴകം ആഘോഷിച്ച താരറാണിയാണ് ജയലളിത. അമ്മ എന്നും പുരട്ചി തലൈവി എന്നുമൊക്കെ തമിഴകം വിളിച്ച് വാഴിച്ച ജയലളിതയാണ് പിന്നീട് തിരശ്ശീലയിൽ നിന്ന് ഇറങ്ങി വന്ന് തമിഴകത്തെ ഭരിച്ച മറ്റൊരാൾ. എന്ന് വെച്ചാൽ MGRന്റെ മരണശേഷം ആ പാർട്ടിയുടെ AIADMKയുടെ ജനറൽ സെക്രട്ടറിയായി ചുമതലയേറ്റ ജയലളിത പിന്നീട് പല കാലങ്ങളിലായി തമിഴകത്തെ ഭരിച്ചു. ആദ്യം ഭരിക്കുന്ന 1991 മുതൽ 96 വരെയുള്ള കാലയളവിൽ അവർ തമിഴ്നാടിൻ്റെ മുഖ്യമന്ത്രിയായി. പിന്നീടും ജയലളിത മുഖ്യമന്ത്രി 2001-ൽ വീണ്ടും വന്ന് 130 ദിവസം അവർ അധികാര കസേരയിലിരുന്നു. പക്ഷേ ആ കാലങ്ങളിലൊക്കെ പല സമയങ്ങളിലായി വലിയ രാഷ്ട്രീയ നാടകങ്ങൾക്ക് തമിഴകം വേദിയായി. പല കേസുകളിൽപ്പെട്ട് പലപ്പോഴും മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കേണ്ടി വന്നു. പക്ഷേ രാജിവെച്ച് പുറത്തായാൽ പിന്നെയും
ഗംഭീരമായി ഭരണത്തിലേക്കും രാഷ്ട്രീയത്തിലേക്കും അധികാര കസേരയിലേക്കും തിരിച്ചു വരുന്ന ജയലളിതയാണ് പിന്നീട് നമ്മൾ കണ്ടത്. 2001 അധികാരത്തിലേറി വെറും 130 ദിവസം മാത്രം കസേരയിലിരുന്നു. 2002 തെരഞ്ഞെടുപ്പിലൂടെ വീണ്ടും അധികാരത്തിൽ വന്നു ജയലളിത. 2006 വരെ അവർ തന്നെയായിരുന്നു മുഖ്യമന്ത്രി. പിന്നീട് 2011 മുതൽ തുടർച്ചയായി 16 വരെ AIADMK അധികാരത്തിലിരുന്നെങ്കിൽ കൂടിയും 2014 അവർക്ക് അധികാരത്തിൽ നിന്ന് ഇറങ്ങേണ്ടി വന്നു. പിന്നീട് പക്ഷേ 15 തിരിച്ചെത്തി 16 വരെയും അവർ മുഖ്യമന്ത്രിയായിരുന്നു. പിന്നീട് ജയലളിതയുടെ അന്ത്യമുണ്ടായി. ജയലളിത അന്ത്യമുണ്ടായതിനു ശേഷം ഇന്നേ വരെ AIADMKക്ക് ഭരണത്തിലേക്ക് തിരിച്ചെത്താൻ കഴിഞ്ഞിട്ടുമില്ല. പിന്നീട് ഇപ്പോൾ നോക്കൂ, TVK ജോസഫ് വിജയുടെ TVK അധികാരത്തിലെത്തുന്നു എന്നുള്ളത് തമിഴകത്തെ വിസ്മയകരമായ മാറ്റമാണ്. എന്ന് വെച്ചാൽ നാളിതുവരെ ഒന്നുകിൽ DMK അല്ലെങ്കിൽ AIADMK മാറി മാറി ഭരിച്ച ചരിത്രത്തിന് അന്ത്യം കുറിച്ചുകൊണ്ടാണ് ജോസഫ് വിജയുടെ TVK ആദ്യമായി തമിഴകത്തെ ഭരിക്കാൻ പോകുന്നത്. 118 സീറ്റുകളാണ് കേവല ഭൂരിപക്ഷത്തിന് വേണ്ടത്. പക്ഷേ 107 നിലവിലുള്ളൂ. അതെന്ത് ചെയ്യുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. അതിൻ്റെ മറുപടിയിലേക്കാണ് ഇനി നമ്മൾ വരുന്നത്. അപ്പോൾ ഏറെക്കുറെ ഇനി വേണ്ടത് 11 സീറ്റ് മാത്രമാണ്. ആ 11 സീറ്റും കൂടി ഒപ്പിച്ചാൽ അടുത്ത 5 വർഷത്തേക്ക് തമിഴകത്തെ ഭരിക്കാം വിജയ്ക്ക്. പക്ഷേ ആ 11 സീറ്റുകൾ ഒപ്പിക്കേണ്ടതുണ്ട്. 11 പേരുടെ പിന്തുണ കൂടി തേടേണ്ടതുണ്ട്. പക്ഷെ അതിനു മുമ്പേ തന്നെ ചില നീക്കങ്ങൾ വിജയ് നടത്തുന്നുണ്ട്. സർക്കാർ ഉണ്ടാക്കാൻ വിജയ് സത്യപ്രതിജ്ഞയ്ക്കുള്ള തീയതി കുറിച്ചിരിക്കുന്നു എന്നുള്ളതാണ് തമിഴകത്തു നിന്നുള്ള വിവരം. മെയ് 7 എന്നുള്ള ഒരു തീയതി കുറിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു. പക്ഷേ അക്കാര്യത്തിലൊരു വ്യക്തത വരണം. ഇന്നിപ്പോൾ മെയ് 5 ആണ്. ഒരു പക്ഷേ 2 ദിവസം മാത്രമേ അതിനുള്ളൂ. അതിനിടയിൽ സത്യപ്രതിജ്ഞ നടക്കുമോ ഇല്ലയോ എന്ന് കാത്തിരുന്നു കാണാം. പെരുമ്പൂർ രണ്ട് മണ്ഡലങ്ങളിൽ വിജയ് മത്സരിച്ചിരുന്നു. 2 മണ്ഡലങ്ങളിലും ജയിച്ചു. അതിൽ പെരുമ്പൂർ നിലനിർത്തും, തിരുച്ചിറപ്പള്ളിയിൽ രാജിവെക്കും എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന സൂചനകൾ. ഇനി ഏറ്റവും മർമ്മപ്രധാനമായ ചോദ്യം NDAയിലേക്കോ അതോ ഇന്ത്യ സഖ്യത്തിലേക്കോ എന്നുള്ളതാണ്. നിലവിൽ 11 സീറ്റിന്റെ കുറവുണ്ട്. ആ 11 സീറ്റ് എങ്ങനെ നികത്തും? ആരുടെയൊക്കെ പിന്തുണ വിജയ് സ്വീകരിക്കുമെന്നുള്ളതാണ് ചോദ്യം. നിലവിൽ കോൺഗ്രസിന് അവിടെ 3 സീറ്റുകളുണ്ട്. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് 2 സീറ്റുകളുണ്ട്. CPM ഇടതുകക്ഷികൾക്ക് 2-3 സീറ്റുകളുണ്ട്. അങ്ങനെ ഈ ഇന്ത്യ സഖ്യത്തിലെ ഈ പാർട്ടികളെയൊക്കെ കൂട്ടി ഭരിക്കുമോ, അതല്ല BJPയെയോ AIADMKയോ കൂട്ടുപിടിച്ച് ഭരിക്കുമോ എന്നുള്ളതാണ് ചോദ്യം. BJPയെ കൂട്ടുപിടിച്ച് ഭരിച്ചാൽ സ്വാഭാവികമായി NDAയിലേക്കുള്ള പോക്കായിരിക്കും. അതല്ല കോൺഗ്രസിന്റെയും ലീഗിന്റെയും ഇടതു പാർട്ടികളുടെയും ഒക്കെ പിന്തുണയാണെങ്കിൽ നിശ്ചയമായും ഇന്ത്യ സഖ്യത്തിൽ നിന്നുകൊണ്ടുള്ള ഒരു ഭരണമായിരിക്കും, ഇന്ത്യ സഖ്യത്തിലേക്കുള്ളൊരു പോക്കായിരിക്കും. അപ്പോൾ ഏത് തെരഞ്ഞെടുക്കും വിജയ് എന്നുള്ളതാണ്. നിലവിൽ നരേന്ദ്രമോദിയും അമിത്ഷായും ഒക്കെ അദ്ദേഹത്തെ അഭിനന്ദിച്ചുകൊണ്ട് അദ്ദേഹത്തെ ഫോണിൽ വിളിച്ചുകൊണ്ട് സംസാരിച്ചിട്ടുണ്ട്. ഒപ്പം രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഒക്കെ അതും സംസാരിച്ചിട്ടുണ്ട്. ഏറ്റവും ഒടുവിലായി പുറത്തു വന്നിട്ടുള്ള വിവരം, കോൺഗ്രസിന് വിജയിയെ പിന്തുണക്കണോ വേണ്ടയോ എന്ന കാര്യത്തിൽ തമിഴ്നാട്ടിലെ കോൺഗ്രസ് ഘടകത്തിന് തീരുമാനമെടുക്കാമെന്ന് AICC നേതൃത്വം അവർ അറിയിച്ചിരിക്കുന്നു. അല്പസമയം മുമ്പ് അക്കാര്യത്തിലൊരു വ്യക്തത KC വേണുഗോപാൽ തന്നെ വരുത്തിയത് നമ്മൾ കണ്ടു. അപ്പോൾ തമിഴ്നാട്ടിലെ കോൺഗ്രസ് നേതൃത്വം എന്ത് തീരുമാനിക്കുമെന്നുള്ളത്. നിലവിൽ DMK മുന്നണിയിലാണ് കോൺഗ്രസ് ഉള്ളത്. അഥവാ എങ്ങാനും DMK മുന്നണി വിട്ട് കോൺഗ്രസ് TVK പിന്തുണച്ചാൽ ഇന്ത്യ സഖ്യത്തിൽ നിന്ന് ഞങ്ങളും വിടുമെന്ന മുന്നറിയിപ്പ് നിലവിൽ DMK നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ത്യ സഖ്യവും കോൺഗ്രസും ഇതിനകത്തൊരു ത്രിശങ്കുവിലാകുന്നുണ്ട്. ഒരു തീരുമാനമെടുക്കാതെ ഉഴലുന്നുണ്ട്. എന്തായിരിക്കും പക്ഷേ വരും മണിക്കൂറുകളിൽ കോൺഗ്രസും വിജയും എടുക്കുന്ന തീരുമാനം എന്നുള്ളതാണ് നിർണായകമാവുക. അപ്പോൾ അതാണ് ചിത്രം തമിഴകത്ത്. എന്തായാലും AIADMKയുടെയും DMKയുടെയും ഭരണ തുടർച്ചയ്ക്ക് അന്ത്യം കുറിച്ചുകൊണ്ട് അവിടെ TVK അധികാരത്തിലേറുന്നു. വിസ്മയകരമായ മാറ്റമാണ്, വിസ്മയകരമായ രാഷ്ട്രീയ പരിണിതിയാണെന്ന് വെച്ചാൽ 2 വർഷം മാത്രമേ TVK എന്ന പാർട്ടി രൂപീകരിച്ചിട്ടാവുന്നുള്ളൂ. ജോസഫ് വിജയ് ആ 2 വർഷത്തിനിപ്പുറം വന്ന ഇലക്ഷനിൽ തന്നെ ഭൂരിപക്ഷം നേടിക്കൊണ്ട് ഭരണത്തിലേക്ക് നടന്നെടുക്കുകയാണ്. ഇനി പക്ഷെ 11 സീറ്റുകൾ കൂടി വേണം. ആരുടെ പിന്തുണ സ്വീകരിച്ചുകൊണ്ട് ഏത് മുന്നണിയിലേക്ക് വിജയ് പോകും? തമിഴ് സിനിമയിൽ നിന്ന് ഇറങ്ങി വന്ന് ഭരണരംഗത്തേക്കുള്ള കടന്നുവരവാണ്. അത് അത്ര എളുപ്പമല്ല. സിനിമയല്ല റിയാലിറ്റി എന്ന ബോധ്യം വിജയ്ക്കും നാട്ടുകാർക്കും ഒക്കെ വരുന്നൊരു ഘട്ടം എന്തായിരിക്കും തമിഴകത്തിന്റെ ഭാവി? വിജയ് മുഖ്യമന്ത്രിയായാൽ അദ്ദേഹം ഈ ക്യാമ്പയിൻ കാലത്ത് മുന്നോട്ട് വെച്ച ഒരുപാട് വാഗ്ദാനങ്ങളൊക്കെ ഉണ്ട്, ഒരുപാട് പദ്ധതികളൊക്കെ അദ്ദേഹം പ്രഖ്യാപിച്ചിരുന്നു. അതൊക്കെ നടപ്പാക്കാൻ അദ്ദേഹത്തിന് കഴിയുമോ? എന്തായിരിക്കും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ലൈൻ? ഇതൊക്കെ കണ്ടു തന്നെ കാണണം.